മലപ്പുറം കൊളപ്പുറത്ത് സ്പിരിറ്റ് വേട്ട. ചരക്ക് ലോറിയെ പിന്തുടർന്നാണ് സ്പിരിറ്റ് പിടികൂടിയത്. ഒന്നും രണ്ടുമല്ല, 20,000 ലിറ്റർ സ്പിരിറ്റാണ് പിടികൂടിയത്. വാർത്തയുടെ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ചേരുന്നു സമീർ ബിൻ കരീം. സമീർ, 20,000 ലിറ്റർ എന്നൊക്കെ പറയുന്ന അടുത്ത കാലത്തുണ്ടായ വലിയ ഒരു സ്പിരിറ്റ് വേട്ടയാണ്. ഹാഷ്മി, തീർച്ചയായും സമീപകാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയ സ്പിരിറ്റ് വേട്ടയാണ് കൊളപ്പുറത്ത് ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇത്തരത്തിലുള്ള ക്യാനുകളിലാക്കിയാണ് ലോറിയിൽ കടത്തുകയായിരുന്ന സ്പിരിറ്റാണ് നിലവിൽ പോലീസ് പിടികൂടിയിരിക്കുന്നത്. 635 ക്യാനുകളാണ്. ഒരു ക്യാനിൽ 35 ലിറ്ററോളം സ്പിരിറ്റ് ഉൾക്കൊള്ളാനാകും. അങ്ങനെ 635 ക്യാൻ എന്ന് പറയുമ്പോൾ 20,000 ലിറ്ററിലധികം ഉണ്ട് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ തമിഴ്നാട് രജിസ്ട്രേഷനായിരുന്ന ചരക്ക് ലോറിയിലാണ് ഈ സ്പിരിറ്റ് കടത്തിക്കൊണ്ട് വന്നിരുന്നത്. ഈ ലോറി ഓടിച്ചിരുന്ന തമിഴ്നാട് സ്വദേശി അൻപഴകൻ, ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ സഹായി ഫക്കീർ മൊയ്തീൻ പാലക്കാട് സ്വദേശിയാണ്. ഇവർ രണ്ടുപേരെ നിലവിൽ പോലീസ് പിടികൂടിയിരിക്കുകയാണ്. ഈ ചരക്ക് കയറ്റിവരികയായിരുന്ന ഈ ലോറിയിൽ യാതൊരുവിധ ഒരു മറയുമില്ലാതെ സ്പിരിറ്റ് എല്ലാം തന്നെ ഇത്തരത്തിൽ ഈ ലോറിയിൽ അടുക്കി വെച്ച നിലയിലായിരുന്നു. പിന്നീട് പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധന നടത്തുന്നത്. പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്ക് കീഴിലുള്ള ഡാൻസ് ഓഫ് സ്ക്വാഡാണ് ഈ വാഹനത്തെ പിന്തുടർന്നുകൊണ്ട് കൊളപ്പുറത്ത് വെച്ച് പിടികൂടുന്നത്. പിന്നീട് തിരുരങ്ങാടി പോലീസും ഇതിന്റെ ഭാഗമാവുകയായിരുന്നു. ഈ ലോറിയിൽ ഈ ക്യാനുകളെല്ലാം തന്നെ അടുക്കി വെച്ചുകൊണ്ട് അതിന് മുകളിൽ ടാർപ്പായ കൊണ്ട് മറച്ചാണ് ഇത്തരത്തിൽ ഈ സ്പിരിറ്റ് കടത്തിയിരുന്നത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. ഇത് തമിഴ്നാട് കർണാടക അതിർത്തിയിൽ നിന്നാണ് ഇത്തരത്തിൽ ഈ സ്പിരിറ്റുമായി ലോറി ഇങ്ങോട്ടേക്ക് എത്തിയത്. എറണാകുളത്തേക്കാണ് ഈ സ്പിരിറ്റ് കൊണ്ടുപോയിരുന്നത് എന്നുള്ളതാണ് നിലവിൽ പ്രാഥമികമായി പോലീസ് ലഭിച്ചിരിക്കുന്ന വിവരം. എന്നാൽ ഈ നിലവിൽ കസ്റ്റഡിയിലുള്ള ഈ ലോറി ഡ്രൈവറും സഹായിയും എന്നുള്ളത് നിലവിൽ ഈ കരിയർമാർ മാത്രമാണ്. ഇവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് മറ്റുള്ള തരത്തിലുള്ള ബന്ധങ്ങളില്ല എന്നുള്ളതാണ് നിലവിൽ പോലീസ് നൽകുന്ന വിവരം. അതുകൊണ്ട് തന്നെ ആർക്ക് വേണ്ടിയാണ് ഈ സ്പിരിറ്റ് കടത്തിയത് എന്നുള്ളതാണ് ഏറെ നിർണായകമായിട്ടുള്ള കാര്യം. അതിന്റെ വിവരങ്ങളൊക്കെ തന്നെ ഇനിയും ലഭ്യമാകേണ്ടതുണ്ട്. നിലവിൽ താനൂർ ഡിവൈഎസ്പി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഈ സംഭവ സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരിക്കുകയാണ്. അല്പസമയം മുന്നേ മാത്രമാണ് ഈ ക്യാനുകളെല്ലാം തന്നെ ഇറക്കി കഴിഞ്ഞിരിക്കുന്നത്. നാട്ടുകാരുടെ കൂടി സഹായത്തോടു കൂടിയാണ് ഇവയെല്ലാം തന്നെ ഇപ്പോൾ പുറത്തേക്ക് ഇറക്കിയിരിക്കുന്നത്. ഹാഷ്മി, വൻതോതിൽ സ്പിരിറ്റ് വേട്ടയാണ് അടുക്കി വെച്ചിരിക്കുന്നത്. 20,000 ലിറ്റർ സ്പിരിറ്റാണ് അവിടെ നിന്ന് മലപ്പുറം കോളപ്പുറത്ത് നിന്ന് പിടികൂടിയത്. വിവരങ്ങൾ നൽകിയത് സമീർ ബിൻ കരീം.